Debate with Dr. Arun Kumar. 8 വർഷവും 10 മാസങ്ങൾക്ക് മുൻപ് കേരളം നടുങ്ങിയ ഒരു കുറ്റകൃത്യം. തിരക്കുള്ള നഗരവീഥിയിൽ വെച്ച് നിസ്സഹായായ ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസായിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യത്തെ കൊട്ടേഷൻ ട്രപ്പ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ കേസായിരുന്നു. ആ കേസിൽ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം 3 തവണ അനധികൃതമായി ജുഡീഷ്യറിയിൽ നിന്ന് ചോർന്നുപോയ കേസായിരുന്നു. 2 തവണ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വിചാരണ കോടതിയുടെ നടപടികളിൽ വിയോജിപ്പ് അറിയിച്ച് 2 പ്രോസിക്യൂട്ടർമാരും പിന്തിരിഞ്ഞു പോയ കേസായിരുന്നു. 8 വർഷവും 10 മാസത്തിനും ശേഷം വിധി വന്നിരിക്കുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ. ഇതാണോ കേരളം കാത്തിരുന്ന വിധി? ഒരു നഗരവീഥിയിൽ നിസ്സഹായായ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയ കുറ്റവാളികൾക്ക് ആശ്വാസമേകുന്ന വിധിയാണോ കേരളം കാത്തിരുന്ന വിധി? വലിയ കുറ്റകൃത്യത്തിന് ഏറ്റവും ലഘുശിക്ഷ നൽകുന്നത് കേരളത്തിന്, ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുക? വലിയ കുറ്റകൃത്യത്തിന് ചെറിയ ശിക്ഷയോ? പരമാവധി ശിക്ഷ അർഹിക്കുന്നില്ലേ ഈ പ്രതികൾ? വൻ മീനുകൾ വലയ്ക്ക് പുറത്തായ കേസല്ലേ? നിരാശപ്പെടുത്തുന്ന വിധിയിൽ എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്താൻ കഴിയുക? വിധി തെറ്റായ സന്ദേശം നൽകില്ലേ? കുറ്റവാളികൾക്ക് മാത്രം ലഭിച്ച നീതിയായി വ്യാഖ്യാനിക്കില്ലേ? ഈ വിധിന്യായത്തോടുകൂടി നീതിയെക്കുറിച്ചുള്ള നമ്മളുടെ ബോധ്യങ്ങൾ മാറി മറയുമോ? അന്യായ വിധിയാണോ എന്നാണ് ചോദ്യം. അതിഥികളായി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഫിഫ്ക പ്രതിനിധി ജോസ് തോമസ്, റിട്ടയർഡ് SP ജോസ് കെ എം ആന്റണി, ധന്യ രാജേന്ദ്രൻ മാധ്യമപ്രവർത്തക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ടെലിവിഷനിൽ ടെലിഫോണിൽ ഭാഗ്യലക്ഷ്മി എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ഞാൻ ആദ്യം അഭിഭാഷകനിലേക്ക് പോവുകയാണ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഈ കേസിനെ വൈകാരികമായിട്ടല്ല സമീപിക്കേണ്ടത്, വികാരത്തിനടിപ്പെടാൻ പാടില്ല ഒരു വിധിന്യായം എഴുതുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഡ്ജി വിധിപ്രസ്താവം നടത്തുന്നത്. ഈ വിധിപ്രസ്താവത്തെ രാഷ്ട്രീയ കേരളവും സാംസ്കാരിക കേരളവും പല നിലകളിലാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച നീതിയല്ല എന്ന് പറയുന്നു. ഒരു സമൂഹം പ്രതീക്ഷിക്കുന്ന നീതിയല്ല നൽകേണ്ടത്, സമൂഹത്തിന് പാഠമാകേണ്ട ഒരു വിധിയായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ വിധിയെ കാണുന്നത് എങ്ങനെയാണ്? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്, വളരെ നിരാശാജനകമായിട്ടുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി തുടങ്ങിയത് തന്നെ എന്നെ വിമർശിക്കാം, പക്ഷേ ജഡ്ജ്മെൻറ്റ് വായിക്കാതെ വിമർശിക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് നിപുൺ സക്സേന എന്ന ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചിലർ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നിപുൺ സക്സേന കേസിൽ പറയുന്നത് റേപ്പ് കേസുകളിൽ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ള പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സെപ്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സെപ്ഷൻ, ആ വിക്ടിം വോളണ്ടറി ആയിട്ട് അത് സമ്മതിക്കുകയാണ്, സ്വമേധയാ വെളിപ്പെടുത്തുകയാണ്. അത് പാരഗ്രാഫ് 14 വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദർ ആർ സം വിക്ടിംസ് ഹു ആർ സ്ട്രോങ് ഇനഫ് ആൻഡ് വില്ലിംഗ് ടു ഫേസ് സൊസൈറ്റി ഈവൻ ആഫ്റ്റർ ദെയർ നെയിംസ് ആർ ഡിസ്ക്ലോസ്ഡ്. സം ഓഫ് ദം ഇൻ ഫാക്ട് ഹെൽപ്പ് അതർ വിക്ടിംസ് ഓഫ് റേപ്പ് and they become a source of inspiration to other rape victims. Nobody can have any objection to the victim disclosing her name as long as the victim is a major. ഈ വിക്ടിം ഞാനൊരു വിക്ടിമല്ല, ഞാനൊരു സർവൈവറാണ് എന്ന് പറഞ്ഞ് ബർഖാദത്തിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ഞാൻ ഉൾപ്പെടെ പലരും അത് ഷെയർ ചെയ്തിരുന്നു. അത് വളരെ സീനിയർ ആയിട്ടുള്ള പല അഭിഭാഷകർക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം അവരെ പല പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും സധൈര്യം മുന്നോട്ട് വരികയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. കേരളത്തിലെ റേപ്പ് കേസിൽ ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്നത് വിക്ടിം മുന്നോട്ട് വന്നു, അവർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി സർവൈവറായിട്ട് വന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് ഒരു പാഠമാകാനും മടിച്ചു നിൽക്കാതിരിക്കാനുമാണ്. സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാതിരിക്കുക. ഈ സ്ത്രീക്കല്ല അപമാനം, വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന് നമ്മുടെ സമൂഹത്തിനാണ് അപമാനം. അവരുടെ ഫൈറ്റ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ജഡ്ജ് പറഞ്ഞത് ആദ്യത്തെ കാര്യം തെറ്റാണ്. രണ്ടാമത് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്ന തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഉണ്ടെന്ന് വാൺ ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. കണ്ടംപ്റ്റ് പവർ ഉപയോഗിക്കുന്നത് വളരെ റെയറായിട്ട് വേണം, അല്ലാതെ ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കണ്ടംപ്റ്റ് അധികാരം ഉപയോഗിക്കേണ്ടത്. വേറൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെൻറ്റ്സും പറയുന്നത് ഈ
ബഹുമാനം അർഹിക്കുന്നത് വിധിന്യായങ്ങളിലൂടെ. അത് ജഡ്ജ്മെൻറ്റ് ഷുഡ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയും. ആ വിധി വായിച്ചു കഴിഞ്ഞാൽ അതിൽ നീതി നടപ്പായി എന്ന് തോന്നുകയാണെങ്കിൽ ആരും അതിനെ അനാവശ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഇപ്പോൾ വിധിന്യായം പുറത്തു വന്നിട്ടില്ല, വായിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അത് ക്രിട്ടിസൈസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, ആ കാര്യം അവിടെ നിൽക്കട്ടെ. വിധിന്യായം വന്നു കഴിഞ്ഞ് പൂർണ്ണ രൂപത്തിലുള്ള വിധി വന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഗൂഢാലോചനയിൽ അക്യൂസ് നമ്പർ 8 ദിലീപിനെ വെറുതെ വിട്ടതെന്നുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതിന് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മിനിമം ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. മിനിമം ശിക്ഷ കൊടുക്കുന്നതിന് എന്താണ് കാരണം? മിനിമം ശിക്ഷ കൊടുക്കുന്നതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം. കാരണം ഒരു മിനിമം ശിക്ഷയും മാക്സിമം എന്ന് പറയുന്ന ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് റിമൈൻഡർ ഓഫ് ലൈഫ്, അതായത് ഇനി ജീവിതകാലം മുഴുവൻ ശിക്ഷ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു നിയമമുള്ളപ്പോൾ ജഡ്ജ് അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതിന് കാരണങ്ങൾ എഴുതണ്ടേ? അതിന് കാരണങ്ങൾ എഴുതുമ്പോൾ ഇത് ഗ്രാവിറ്റി കുറഞ്ഞ ഒഫൻസാണ്, വളരെ ഗ്രാവിറ്റിയുള്ള ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ വാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ ജഡ്ജ് ചില കാര്യങ്ങൾ സംശയങ്ങളായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് ചോദിച്ചു. ഒന്നാമത്തെ പ്രതി പ്രത്യക്ഷത്തിൽ ചെയ്ത ആ കുറ്റം, റേപ്പ് എന്ന് പറയുന്ന ആ കുറ്റം ബാക്കിയുള്ളവർ ചെയ്തതിൽ നിന്ന് കുറവല്ലേ എന്ന് ചോദിച്ചു. അതിന് പ്രോസിക്യൂട്ടർ വാദിച്ചത് എല്ലാവർക്കും ഏറ്റവും കൂടിയ ശിക്ഷ കൊടുക്കണമെന്നാണ്. എങ്കിലും ആ ജഡ്ജി ഇന്ന് എക്സ്പ്രസ് ചെയ്ത ചില ഡൗട്ട്സ്, ഈ കൃത്യം നിർവഹിച്ചത്, പ്രധാനമായിട്ടുള്ള കൃത്യം നിർവഹിച്ചത് പൾസർ സുനിയാണ്. ബാക്കിയുള്ളവരതിന് സഹായിച്ചു. പ്രോസിക്യൂട്ടർ വാദിച്ചത് ബാക്കിയുള്ളവർ ഈ സഹായം ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നാമതായിരുന്നു എന്നുള്ളതാണ്. ഭാഗഭാഗ് ഗാങ് റേപ്പിൽ ഭാഗഭാക്കാകുന്നവരെല്ലാം അതിന് ആ കുറ്റം ചെയ്തതിന് തുല്യരാണ്. അപ്പോൾ ഇതിൽ മാക്സിമം സെൻറ്റൻസ് റിമൈൻഡർ ഓഫ് ലൈഫ് ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും മിനിമം സെൻറ്റൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ന്യായം പറയുന്നത് നിർഭയ കേസിൽ സുപ്രീം കോടതി ചില റിഫർമേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നിർഭയ കേസിൽ പ്രായപൂർത്തിയാകാത്ത ആളെയാണ് റിഫോം ചെയ്യാനായിട്ട് അയച്ചത്. ബാക്കി മുഴുവൻ പേർക്കും വധശിക്ഷ കൊടുക്കുകയും അവരെ തൂക്കിക്കൊല്ലുകയുമായിരുന്നു. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഈ കേസിൽ മാക്സിമം സെൻറ്റൻസ് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. അത് കൊടുക്കാതെ എന്തുകൊണ്ട് ഇത് കൊടുത്തു? ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒക്കെ ഇത് പണ്ട് മുതലേ പറയുന്നുണ്ട്, ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്, വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ടല്ല, തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ള ഒരു അധികാരമല്ലത്. തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ല, അതിന് ന്യായം വേണം, ന്യായാന്യായങ്ങൾ നിരത്തി വേണം. ശിക്ഷ പരമാവധി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഏറ്റവും മിനിമം ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒക്കെ അതിന് ന്യായങ്ങൾ എഴുതണം. അപ്പോൾ ഇതിൽ എന്ത് ന്യായമാണ് വന്നിരിക്കുന്നത്? പ്രായം ഒരു ഘടകം മാത്രമാണ്. അക്യൂസ് നമ്പർ 1 നേരത്തെ ഉള്ള ഹിസ്റ്ററി ഉണ്ട്, പ്രയർ ഹിസ്റ്ററി ഉണ്ട്. ബാക്കി അക്യൂസിന് പ്രയർ ഹിസ്റ്ററി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് ഈ മിനിമം സെൻറ്റൻസ് കൊടുത്തത്? അതിനകത്ത് ഒരു ന്യായവും കാണുന്നില്ല. അപ്പോൾ വിധിയെ മാത്രം ഇന്നത്തെ ഇത് മാത്രം പറയുകയാണെങ്കിൽ പോലും പൾസർ സുനിക്ക് ഏറ്റവും മിനിമം സെൻറ്റൻസ് കൊടുത്തതിന് യാതൊരു ന്യായവും കാണുന്നില്ല. ഏറ്റവും അവസാനം കാര്യം പറഞ്ഞതുകൊണ്ടാണ് പൾസർ സുനി ഇതിനകം 7 വർഷവും കുറച്ച് മാസവും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 20 വർഷത്തിൽ നിന്ന് ബാക്കി കുറച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് 12 വർഷവും 5 മാസം കഴിയുമ്പോൾ പൾസർ സുനി ഇതേ കൊച്ചി നഗരത്തിലേക്ക് സ്വതന്ത്രനായി തിരിച്ചിറങ്ങും. അത് സമൂഹത്തിനൊരു ഭീഷണി കൂടിയാണ്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജഡ്ജ് പറയുന്നുണ്ട്, വിക്ടിമിന് എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ളത് നോക്കണം, സമൂഹത്തിൽ ഇതെന്ത് പ്രത്യാഘാതം ഉണ്ടാക്കണം നോക്കണ്ടേ. ഇത് ധന്യ രാജേന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ ന്യൂസ് മിനിറ്റ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, എനിക്ക് 2-3 കൊട്ടേഷൻ കൂടി ഇനി ഉണ്ടെന്നാണ് പറയുന്നത് പൾസർ സുനി. അങ്ങനെയുള്ള ഒരാളെ ഈ റിഫർമേഷൻ നടക്കാതെ ജയിലിലേക്ക് വിട്ട് കഴിഞ്ഞിട്ട് റിഫർമേഷന് പീരീഡ് സാവകാശം കൊടുത്ത് മാറ്റിയെടുക്കാതെ ഒരു മാറ്റവും വരാത്ത ആൾ 8 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും മാറ്റമില്ല. അങ്ങനെ ഒരാളെ വീണ്ടും സമൂഹത്തിലേക്ക് തുറന്നു വിടുക എന്ന് പറയുന്നത് വളരെ ഭീതിതമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിനുശേഷം നിയമമന്ത്രി ഇത് ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയെന്നൊക്കെ പറഞ്ഞത് എന്താണ് അദ്ദേഹം അത് മനസ്സിലാക്കാത്തതെന്ന്, ഒരു തെറ്റ് പറ്റിയതാണെന്ന് കരുതുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ അത് പറഞ്ഞിട്ടുണ്ട്, മിനിമം സെൻറ്റൻസ് ആണ്. അത് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കും. ഇതിന് അപ്പീൽ കൊടുക്കുമ്പോൾ ശിക്ഷയ്ക്കെതിരായിട്ടും കൂടിയുള്ള വാദങ്ങൾ നടക്കും. മാത്രമല്ല, ഗൂഢാലോചന കേസിൽ വിട്ടുപോയ അക്യൂസ് നമ്പർ 8 തെളിവുകളൊക്കെ പരിഗണിച്ചോ ഇല്ലയോ എന്ന് ആ വിധിന്യായം വരുമ്പോൾ വായിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി കൂടി വിമർശിക്കേണ്ടതുണ്ട്. കാരണം അത് ഈ വിമർശിക്കുക എന്ന് പറയുന്നത് ജഡ്ജിയുടെ ഔദാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, മിനിമം സെൻറ്റൻസ് കൊടുക്കുന്നതും കൊടുത്തേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ്. ഒരു കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമത്തിൽ പറയുന്ന ഏറ്റവും മിനിമം സെൻറ്റൻസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഞാൻ ഒരു സംശയം, ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ വിധിന്യായങ്ങളിലൂടെ വേണം ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുക്കാൻ, അല്ലാതെ നിർബന്ധിച്ച് ബഹുമാനം എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പലരും പറയുന്നു, ഇവർക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ അവസാനത്തെ ചോദ്യം.
നിയമം പഠിക്കുന്നവർ, വ്യാഖ്യാനിക്കുന്നവർ, ജഡ്ജസ് അത് വ്യാഖ്യാനിക്കുമ്പോൾ, അത് എഴുതുമ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിയണ്ടേ? ഇതെങ്ങനെയാണ് ഇന്നത്തെ സ്ത്രീ സമൂഹം ഒരുപാട് ഭീതിതമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരാൾക്ക് പോലും ഇത് സംഭവിച്ചിട്ടും ഇത്രയും ചെയ്യാൻ കഴിയുള്ളൂ. 8 വർഷം ഇത്രയും നീണ്ട ഒരു യുദ്ധത്തിന് ശേഷം ഏറ്റവും ചെറിയ ശിക്ഷ, അത് മുന്നിൽ നിന്നവർക്ക് മാത്രം. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. അപ്പോൾ അതിൽ വളരെ നിരാശയുണ്ട്. എന്താണ് അതിൽ ബാക്കി അടുത്ത ഘട്ടം വരുമ്പോൾ, ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ധന്യ രാജേന്ദ്രനെ പോലെ ധീരമായിട്ട് ജേർണലിസം ചെയ്യുന്നവരുണ്ട്. അവരുടെ പുതിയ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡീഷണൽ എവിഡൻസ് ആയിട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കൊണ്ടുവരുന്നത് കൂടാതെ ഇത് ജസ്റ്റിസ് മുരളീധര ഡൽഹി ഹൈക്കോടതിയിൽ ചെയ്തതുപോലെ, ഹാഷിംപുര മസാക്കർ കേസിൽ ജസ്റ്റിസ് മുരളീധര ചെയ്തതുപോലെ ഈ വെറുതെ വിട്ടവരെ അത് തിരിച്ചെഴുതി അതിൽ തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാനും ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പ്രശാന്ത് പത്മനാഭൻ, ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ വിധി അപ്ലോഡ് ചെയ്യില്ല, പകരം ഹാർഡ് കോപ്പി ആയിട്ട് അഭിഭാഷകർക്ക് കൊടുക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, എന്തുകൊണ്ടാണ് ഇന്ന് വിധി അപ്ലോഡ് ചെയ്യാത്തത്? ഈ അതിജീവിതയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണോ? തീർച്ചയായും അരുൺകുമാർ, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്യാത്തത് എന്നാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പല ഭാഗങ്ങളും ഈ വിധിപ്പകർപ്പിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കോടതി ഒരിക്കൽ കൂടി ആ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷം ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന തരത്തിലേക്കായിരിക്കും പോവുക. അത്തരത്തിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് മാസ്ക് ചെയ്തോ അല്ലെങ്കിൽ അത് മാറ്റിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക എന്നും കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച പൾസർ സുനിയെ കോടതിക്ക് പുറത്തേക്ക് ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ശിക്ഷാവിധിയിൽ വാദം കേട്ടു തുടങ്ങിയത്. ഇപ്പോൾ ശിക്ഷാവിധി പൂർണ്ണമായിരിക്കുന്നു. ശിക്ഷാവിധിയിൽ 1700 പേജുള്ള ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി ഇന്ന് അപ്ലോഡ് ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയത്. നമ്മളടക്കം ആ ശിക്ഷാവിധിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ടാണ് വലിയ കുറ്റകൃത്യത്തിന് ഏറ്റവും ലഘുവായ ശിക്ഷ നൽകിയത്? അതിന് ജഡ്ജി കണ്ടെത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമായിരുന്നു. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് എന്നുള്ളതാണ് ഈ പ്രതിഭാഗം അഭിഭാഷകർ കാര്യമായി ബാധിച്ചത്. അത് കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഏറ്റവും ലഘുശിക്ഷ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രതികളെയും ജയിലിലേക്ക് കൊണ്ടുപോകാനായി കോടതി വളപ്പിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അവരെ വിയൂർ ജയിലിലേക്കാണ് കൊണ്ടുപോവുക. ഇപ്പോൾ സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇപ്പോൾ ജയിലിൽ നിന്ന് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിയൂർ ജയിലിൽ നിന്ന് കോടതി വളപ്പിൽ എത്തിച്ചതാണ് ഈ പ്രതികളെ. ഇവരെ ഇനി കൊണ്ടുപോകുന്നത് തിരിച്ചു വിയൂർ ജയിലിലേക്ക് തന്നെയല്ലേ? അതെ ഡോക്ടർ അരുൺകുമാർ, പ്രതികളെ, അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തിറക്കി പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. നേരെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇവിടെ നിന്ന് നേരെ ഇറക്കി അവരെ പ്രൊഡക്ഷൻ പാർട്ടി കഴിഞ്ഞ ദിവസം തന്നെ ഇതേ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് പ്രൊഡക്ഷൻ നമുക്ക് നോക്കാവുന്നതാണ്. നേരെ പോയി വിയൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. പൾസർ സുനി, ദിലീപ് പുറത്താണ്, പറയൂ. പൾസർ സുനിയോ മറ്റു പ്രതികളോ പ്രതികരിക്കുന്നില്ല. പ്രതികൾക്ക് ആശ്വാസകരമായ വിധിയാണ്, കുറ്റവാളികൾക്ക് ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. പ്രതികളെയും കൊണ്ട് വാഹനം, പ്രതികളുടെ ബന്ധുക്കൾ കോടതി തന്നെയുണ്ട്. പ്രതികരിച്ചിട്ടില്ല പൾസർ സുനിയും മറ്റ് പ്രതികളും. അവരെയും കൊണ്ട് വാഹനം ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് പോവുകയാണ്. കോടതി വളപ്പിൽ നിന്നും രാവിലെ 11 മണിയോടുകൂടിയാണ് ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദം കേട്ടത്. ഏറെ മണിക്കൂർ വാദം നീണ്ടിരുന്നു. ശിക്ഷാവിധി ലഘൂകരിക്കണം എന്നുള്ളതായിരുന്നു പ്രതികളുടെ അഭിഭാഷകരുടെ വാദം. സജോ, ഒന്നും പ്രതികരിച്ചില്ല അല്ലേ പൾസർ സുനിയും പ്രതികളും? ഒരു പ്രതികരണത്തിനും പ്രതികളാരും തയ്യാറായില്ല. പൾസർ സുനിയോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, പക്ഷേ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 6 പ്രതികളുമായുള്ള പോലീസ് വാഹനം കോടതി കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വിയൂർ ജയിലിലേക്കായിരിക്കും പോവുക. വിധി എക്സിക്യൂട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് നേരെ കടക്കുകയാണ്. അവരുടെ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നേരെ
ഈ 6 പ്രതികളുമായുള്ള വാഹനം നേരെ വിയൂർ ജയിലിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിധി 1700 പേജുള്ള വിധി പകർപ്പ് ഹാർഡ് കോപ്പിയായ അഭിഭാഷകർക്ക് ലഭ്യമാകും. അത് ഇന്ന് അപ്ലോഡ് ചെയ്യില്ല എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഞാൻ ധന്യയിലേക്ക് പോകുന്നു. ധന്യ, വിധി വന്നു. വിധി കേരളം ഒന്നടങ്കം പറയുന്നു നിരാശാജനകമായ വിധിയാണ് എന്ന് പറയുന്നു. ഇത് ഏത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഈ വിധി കേട്ടവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വർഷവും 5 മാസവും കഴിയുമ്പോൾ, അതായത് 2037 മെയ് മാസത്തിൽ ഈ പൾസർ സുനി സർവ്വസ്വതന്ത്രനായി വിയൂർ ജയിലിൽ നിന്ന് കൊച്ചി നഗരത്തിൽ ഇറങ്ങി പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് നടന്നു പോകും. ധന്യ, അതായത് ഇപ്പൊ ആസ് എ റിപ്പോർട്ടർ നമുക്ക് ലോയും ലീഗലൊക്കെ കവർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതിന്ന് ഇത്രയും വർഷങ്ങളായി ഞാൻ മനസ്സിലാക്കിയെടുത്ത റിഫോർമേറ്റീവ് ജസ്റ്റിസ് നമ്മളെല്ലാവരും വിശ്വസിക്കണം എന്നാണ്. പക്ഷെ ഇവിടെ റീഫോം ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ഈ സുനിക്ക് 20 കൊല്ലം മിനിമം പണിഷ്മെന്റ് കൊടുത്തു. ഇന്ന് രാവിലെ കോടതി നടന്ന് എന്താ പറയുക കേട്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് സുനിക്ക് മാക്സിമം പണിഷ്മെന്റും മറ്റുള്ളവർക്ക് മിനിമം പണിഷ്മെന്റും കൊടുക്കും എന്നായിരുന്നു. പക്ഷെ വിധി വന്നപ്പോൾ എല്ലാവർക്കും മിനിമം പണിഷ്മെന്റ് ആണ് കൊടുത്തത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, റെയറസ്റ്റ് ഓഫ് ദ റെയർ അല്ല എന്ന വാക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന അതാണ് പൈസയ്ക്ക് ഒരു സെക്ഷൽ വയലൻസ് ചെയ്യുന്ന, പൈസയ്ക്ക് വേണ്ടി ഒരു സെക്ഷൽ വയലൻസ് ചെയ്യുന്നത്. ഇനി ഈ വിധിയിൽ അങ്ങനെ ഒരു കോൺസ്പിറസി ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതുകൊണ്ടാണോ മിനിമം പണിഷ്മെന്റ്? ഈ വിധി കണ്ടാൽ നമുക്ക് ഇനി പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഡിസപ്പോയിന്റിംഗ് ആണ്. എന്തെന്നാൽ മിനിമം പണിഷ്മെന്റ് സുനി പോലും പ്രതീക്ഷിച്ചതായിരിക്കില്ല. എന്റെ കൂടെ തന്നെ കൊളീഗ്സ് പറഞ്ഞത്, കോടതിയിൽ സുനി ഇങ്ങനെ തലയിൽ കൈവച്ച് വളരെ ദുഃഖത്തോടെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഈ വിധി വരുന്ന വരയ്ക്കും. 20 വർഷമെന്ന് കേട്ടപ്പോഴാണ് സുനി ആക്ച്വലി കുറച്ചുകൂടെ ആക്റ്റീവായി കോടതിയിൽ കേൾക്കാനും, അതായത് അദ്ദേഹത്തിന്റെ അയാളുടെ ഒരു മൂഡ് തന്നെ മാറിയെന്നാണ് കോടതിയിലുള്ള റിപ്പോർട്ടേഴ്സ് ഒക്കെ പറഞ്ഞത്. അപ്പൊ ഈ മിനിമം പണിഷ്മെന്റ് തീർച്ചയായിട്ടും ഒരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ്. അത് മാത്രമല്ല, ഓൾറെഡി 7.5 years ജയിലിൽ കഴിഞ്ഞ ആളാണ് സുനി. സുനിയുടെ ലോയർ കൃത്യമായി പറയുന്നു അവർ അപ്പീലിന് പോകും ഹൈക്കോർട്ടിലെന്ന്. നമ്മൾ എത്രയോ കേസുകളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഹൈക്കോർട്ടിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ അപ്പീലിന് പോകുമ്പോൾ ഈ സെന്റൻസുകൾ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയും കൂടെ കരുതി ഇനി ഇതിനേക്കാളും മുൻപ് സുനി പുറത്തേക്ക് വരുമോ എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, തന്നെ ഞാൻ രണ്ടാം ഘട്ടത്തിൽ തിരിച്ചു വരാം. തന്നെ തിരക്കിലാണ് എന്ന് തോന്നുന്നു, ബ്ലോക്കിലാണ്. KM ആന്റണി, റിട്ടയർഡ് SP കൂടി നമുക്കിപ്പോൾ ഉണ്ട്. KM ആന്റണി, ഈ വിധിന്യായം കേൾക്കുമ്പോൾ നമുക്കത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഹാർഡ് കോപ്പി അഭിഭാഷകർക്ക് അല്പസമയത്തിനുള്ളിൽ കൊടുക്കുകയുള്ളൂ. അത് അപ്ലോഡ് ചെയ്യുകയുമില്ല. അത് അതിജീവിതയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നതും. നമുക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തുകൊണ്ട് ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ടു? അത് നമുക്ക് വിധി വന്നതിന് ശേഷം ചർച്ച ചെയ്യാം. പക്ഷേ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കൊട്ടേഷൻ റേപ്പ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു കേസിൽ ഇപ്പോൾ കൊട്ടേഷൻ റേപ്പില്ല, പകരം റേപ്പ് മാത്രമാണ്. അതിൽ തന്നെ ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ലഘുവായ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറിയ ശിക്ഷ. നിർഭയ കേസിന് ശേഷം 2013 ഭേദഗതിക്ക് ശേഷം അത് 20 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തമായിരുന്നു റേപ്പിന് കൊടുക്കാവുന്ന ശിക്ഷയെങ്കിൽ ഇവിടെ റേപ്പ് നേരിട്ട് കണ്ടക്ട് ചെയ്ത, റേപ്പ് നടത്തിയ റേപ്പിസ്റ്റായ ഈ പൾസർ സുനിക്ക് പോലും 20 വർഷമാണ്. അതും ഇതുവരെ ജയിൽ ശിക്ഷ അനുഭവിച്ച 7 വർഷവും 7 മാസവും കുറച്ചു മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു ശിക്ഷാവിധിയെ, KM ആന്റണി? ഡോക്ടർ അരുൺകുമാർ ഈ വിധിയെ കോടതി വിധി എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയാണ്. ഇന്നിപ്പോൾ കേരള സമൂഹം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ, വീടുകൾ, കേരളത്തിലുള്ള മലയാളികളുടെ, കേരളത്തിൽ മാത്രമല്ല മലയാളികളും ഈ സംഭവത്തെപ്പറ്റി അറിയുന്ന എല്ലാവർക്കും ഞെട്ടലുളവാക്കുന്ന രീതിയിലാണ്. നമ്മളേറ്റവും വെറുക്കുന്ന ഒരു കുറ്റവാളി, ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ പൾസർ സുനി എന്ന 1ാം പ്രതിക്ക് ശരിയായ ശിക്ഷ കിട്ടിയില്ലെന്ന് തന്നെയാണ് സമൂഹം പറയുന്നത്. ദിലീപിൻ്റെ കാര്യത്തിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചു, തെളിയിക്കാൻ സാധിച്ചില്ല. ഒരു പരിധിവരെ സമൂഹം അത് അംഗീകരിച്ചാലും പൾസർ സുനി എന്ന ഈ 1ാം പ്രതി ഇത്ര നികൃഷ്ടമായിട്ട് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് നാളെ ഏത് സ്ത്രീക്ക്, ഏത് പെൺകുട്ടിക്ക് എവിടെ വെച്ചും എന്തും സംഭവിക്കും എന്നുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം, ഭീഷണി ഉണ്ടാകാവുന്ന ഒരവസ്ഥയുണ്ടത്. ഈ വകുപ്പുകളുടെ പച്ചയായ വ്യാഖ്യാനങ്ങളിൽ നിയമത്തിൽ, അതായത് ഗാങ് റേപ്പ് 376D എന്ന് പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം. അത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം വരെ കൊടുക്കാൻ സാധിക്കും. അത് പാർലമെൻറ്റ് പറഞ്ഞിരിക്കുന്ന, അല്ലെ നിയമം നിർമ്മിച്ചിരിക്കുന്ന പാർലമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ പറഞ്ഞ 20 വർഷം.
അപ്പം അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ വെറും ഡ്രൈവറും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ് ഈ 2 മുതൽ 6 വരെയുള്ള മറ്റു പ്രതികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചന കുറ്റം തെളിയുന്നുണ്ട് എങ്കിൽ നിയമപരമായിട്ട് ഇവർക്ക് ഈ ശിക്ഷ കൊടുക്കണം. പക്ഷെ നമ്മുടെ മനസ്സാക്ഷി അതല്ല പറയുന്നത്. ഈ ക്രൂരമായ കുറ്റകൃത്യത്തിൽ, ഈ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കുറ്റകൃത്യത്തിൽ അതിൽ 1-ാം പ്രതിയായി ആ ക്രൂരകൃത്യം മുഴുവനായി ചെയ്ത അല്ലെങ്കിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത ആ വ്യക്തിക്ക്, ആ പ്രതിക്ക് പരമാവധി ശിക്ഷയുള്ള ജീവപര്യന്തം, അതായത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമായിരുന്നുവെങ്കിൽ കൊടുത്തിരുന്നതെങ്കിൽ നമുക്കത് ഒരു ആശ്വാസത്തിന് വക നൽകുന്നതായിരുന്നു. നാളെ അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വേണമെന്നുണ്ടെങ്കിൽ ശിക്ഷ ഇളവ് വാങ്ങിക്കൊള്ളട്ടെ. പക്ഷേ ജനങ്ങൾക്ക് നിയമ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ നിയമത്തിൽ പ്രോസിക്യൂഷനിൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസം വരുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. മാധ്യമങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇത് സെൻസേഷണലാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ സെൻസേഷണലാക്കി എന്നുള്ളത് ഒരു പരിധിവരെ, കാരണം അത് വളരെ പ്രശസ്തരായ വ്യക്തികൾ ഇതിനകത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യമായതുകൊണ്ട് സ്വാഭാവികമായും അത് സെൻസേഷണലാകും. സെൻസേഷണലായി എന്നുള്ളതിൻ്റെ പേരിൽ വിധിന്യായത്തെ അത് ബാധിക്കാൻ പാടില്ല എന്ന് ജഡ്ജി പറയുമ്പോഴും പക്ഷേ അത് സെൻസേഷണലായി നിൽക്കുന്ന ഒരു കാര്യത്തിൽ അർഹമായ ഒരു ശിക്ഷ അതിലെ ഏറ്റവും കൊടും കുറ്റവാളിക്ക് നൽകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ പ്രതിഭാഗം അഭിഭാഷകരുടെ ഇൻ്റർവ്യൂകളും ഞാൻ കണ്ടു. അതിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ ഇന്നും ഉള്ളത്. കാരണം അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരാമെന്നുള്ള ലൂപ്പ് ഹോൾ ഉള്ളതായിട്ടാണ് 4-ാം പ്രതി വിജീഷിൻ്റെ അഭിഭാഷകൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നതായി കേട്ടത്. അതായത് അതിന് കുറച്ച് കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയിൽ നിന്നും തേടിയെടുത്ത അല്ലെങ്കിൽ പ്രതിയിൽ നിന്നും തേടിയ അല്ലെങ്കിൽ പ്രതിയെ ഭീഷണിപ്പെടുത്തി നൽകിയ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാം. ഒരു തെളിവായിട്ടുള്ള ദൃശ്യങ്ങൾ 1-ാം പ്രതിയിൽ നിന്ന് ശേഖരിച്ചത് 1-ാം പ്രതികൾക്കോ മറ്റു പ്രതികൾക്കോ എതിരായിട്ട് പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നിഗമനമാണ് അദ്ദേഹം പറയുന്നത് കേട്ടെ. കൂടുതലായി അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഭാവിയും വളരെയധികം പരിതാപകരമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതിശയിക്കാനില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സംശയലേശമന്യേ കേസ് തെളിയിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണാൻ സാധിക്കും. ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചും അപാകതകൾ ഉണ്ടോ എന്നുള്ളതും അതിന് ജഡ്ജ്മെന്റ് വന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്ന വിധിയാണ് എന്ന് പറയുന്നു. റിഫോർമേറ്റീവ് ജസ്റ്റിസിൽ അഥവാ പരിവർത്തന ഊർജ്ജമുള്ള ഒരു വിധിയായിട്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. നേരത്തെ ന്യൂസ് മിനിറ്റിനും റിപ്പോർട്ടറിലെ റോഷി പാലിനും കൊടുത്തിരുന്ന അഭിമുഖങ്ങളിൽ ഇനിയുമുള്ള കൊട്ടേഷനുകളെക്കുറിച്ചും ഇതുവരെ നടത്തിയ കൊട്ടേഷനുകളെക്കുറിച്ചും അയാൾ അഭിമാനത്തോടു കൂടി ഈ കേസിൽ 1-ാം പ്രതിയായ പൾസ സുനി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. 7 വർഷവും 7 മാസവും ജയിൽ ശിക്ഷ അനുഭവിച്ച പൾസ സുനിക്ക് ഈ കാലയളവ് കൊണ്ട് മാനസിക പരിവർത്തനം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 12 വർഷം കൊണ്ട് എന്ത് മാനസിക പരിവർത്തനം സംഭവിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി കരുതിയത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ വിധി കേരളത്തെ ഒന്നാകെ ഒരിക്കൽ കൂടി എന്ന വിധി അന്യായ വിധിയാണോ എന്നാണ് ചോദ്യം. ഫിഫ്ക പ്രതിനിധി ജോസ് തോമസ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അഭിഭാഷകൻ, കെ ആന്റണി റിട്ടയർഡ് SP, ധന്യ രാജേന്ദ്രൻ മാധ്യമപ്രവർത്തക, ഭാഗ്യലക്ഷ്മി എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഞാൻ ഫിഫ്ക പ്രതിനിധി ജോസ് തോമസിലേക്ക് പോകുന്നു. ജോസ് തോമസ്, ഈ വിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പെൺകുട്ടി അനുഭവിച്ച യാതനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ആ ദുരിതത്തിനും ഈ വിധി കൊണ്ട് പരിഹാരമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരളം പ്രതീക്ഷിച്ചിരുന്ന വിധിയല്ല എന്നുള്ളതാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരും രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരും നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ജോസ് തോമസ്. ഡോക്ടർ അരുൺകുമാർ, ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഫെഫ്ക പ്രതിനിധിയല്ല, ഫെഫ്കയുടെ ഒരു അംഗമാണെന്നേ ഉള്ളൂ. ഫെഫ്ക അല്ല എന്നെ ഈ ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിനിധി എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഈ വിധിയിൽ ഞാനും തൃപ്തനല്ല. കാരണം ഇവർ ജീവിതകാലം മുഴുവൻ ഇരുമ്പഴിക്കുള്ളിലാവണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റും. ഒരു കോടതി വിധിക്കുമ്പോൾ അതെന്താണ് ഇതിൽ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് അഭിപ്രായം പറയാൻ മാത്രമേ പറ്റൂ. ഇനിയിപ്പോൾ കോടതി കണ്ടിരിക്കുന്നത് ഇതിൽ ഗൂഢാലോചനയില്ല, ഇയാള് ബോൺ ക്രിമിനലാണ്, അതുകൊണ്ട് ഇയാളും കൂട്ടാളികളും ചേർന്ന് റേപ്പ് ചെയ്തതാണ്, അതിന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷയാണോ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് അല്ലെങ്കിൽ ഈ 6 പേർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയിൽ ഞാൻ തൃപ്തനേയല്ല. സിനിമാ രംഗത്ത് ആരും തൃപ്തരല്ല, അത് സത്യമായ കാര്യമാണ്.
പക്ഷേ നമുക്ക് ഈ അഭിപ്രായങ്ങൾ പറയുകയല്ലേ നിവൃത്തിയുള്ളൂ, മറ്റൊരു നിവൃത്തിയില്ലല്ലോ. ജോസ് തോമസ്, ഇതിൽ 8ാമത്തെ പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിലടക്കം നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി തൃപ്തികരമായ ഒരു വിശദീകരണം ഈ വിധിന്യായത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. എൻ്റെ കയ്യിലും ആ വിധിന്യായം കിട്ടിയിട്ടില്ല. അഭിഭാഷകർക്ക് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഹാർഡ് കോപ്പി കിട്ടും. പക്ഷേ പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങൾ, അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ്. അതല്ലാതെ ഈ സിനിമാ തൊഴിൽ മേഖലയിലെ താഴ്ന്ന ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ഈ പൾസർ സുനിക്കും മാർട്ടിനെ പോലുള്ളവർക്കും ഒരു നടിയോട് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടാകുമെന്ന് ജോസ് തോമസിന് തോന്നുന്നുണ്ടോ? ഇയാൾ നേരത്തെയും ഇതുപോലുള്ള കേസുകളിൽ പ്രതിയാണ്. ഒരു നടിയെ അയാൾ കാറിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലൂടെയും ചുറ്റിത്തിരിച്ചു കൊണ്ടുവന്ന കഥയൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ അറിഞ്ഞതല്ലേ. ഇയാള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ 7ാം പ്രതി മുതൽ 10ാം പ്രതികളെ വരെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അത് രാമൻപിള്ള വക്കീൽ വന്ന് വാദിച്ചിട്ടാണ്, അല്ലെങ്കിൽ പണമെറിഞ്ഞാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ടല്ലോ. അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇനി പൾസർ സുനി പണമെറിഞ്ഞിട്ടാണോ ഇത്രയും കുറഞ്ഞ ശിക്ഷ മേടിച്ചത് എന്നിനി ആരെങ്കിലും പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും കോടതി വിധിയെ അംഗീകരിക്കുന്ന ഒരാളാണ്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വിളിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞാളാ. എന്താന്ന് വെച്ചാൽ അന്ന് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് നീതിന്യായ കോടതി പറയുന്നു അയാൾ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ചർച്ചയ്ക്ക് വരാനും അയാളെ അനുകൂലിക്കാനും ശ്രമിച്ചത്. ഇതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന് പറയുന്നത് എന്താണ് നീതി? ഇവർക്ക് ജീവിതകാലം മുഴുവൻ ശിക്ഷ കിട്ടിയാലും അവർക്ക് നീതി കിട്ടൂ. അവരനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ജീവിതത്തിൽ ഒരാൾക്കും അത് സംഭവിക്കരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് നീതി കിട്ടിയോ നീതി കിട്ടിയില്ലോ എന്നുള്ളതല്ല, ശിക്ഷ കുറഞ്ഞുപോയി, ഈ 6 പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ള ഒരു വാദത്തിൽ ഈ സമൂഹത്തിന് ഉറച്ചു നിൽക്കാൻ ഈ സമൂഹം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ വെറുതെ വിട്ട പ്രതികൾ ഇതിൽ കുറ്റക്കാരില്ല എന്ന് കോടതി കണ്ടാൽ നമ്മൾ ഒരു സമൂഹമോ മാധ്യമങ്ങളോ പറയുന്നു ഇല്ല അവര് കുറ്റക്കാർ തന്നെയാണ്, അവര് കാശിന്റെ പിൻബലത്തിൽ രക്ഷപ്പെട്ടതാണ്. എനിക്കറിഞ്ഞുകൂടാ അതെന്താണ് അങ്ങനെ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് അപ്പീല് പോകട്ടെ, പ്രോസിക്യൂഷൻ അപ്പീലിന് പോട്ടെ, അല്ലെ അതിജീവിത അപ്പീലിന് പോയിട്ട് ഈ വെറുതെ വിട്ട പ്രതികളെ കൂടി കൂടുതൽ ശിക്ഷിക്കട്ടെ. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രതിഭാഗം വക്കീല് പറഞ്ഞെന്ന് പറയുന്നു, ഇനി ഹൈക്കോടതി പോയാൽ ഞങ്ങൾ ഊരിപ്പോരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുമെന്ന്. അവരെന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? അപ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ, അതിന്റെ ദുർബലത, അത് ദുർബലമായിരുന്നു എന്ന് വേണ്ടേ വിചാരിക്കാൻ? അങ്ങനെ വേണമല്ലോ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവുന്ന അങ്ങനെയല്ലേ. അപ്പോൾ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് എന്നാരെങ്കിലും പറയുമ്പോൾ ഇവിടെ മന്ത്രിമാരടക്കം പറയും ഇല്ല പ്രോസിക്യൂഷന്റെ വീഴ്ചയല്ല ഇത്, പിന്നെ ആരാ ജഡ്ജിന്റെ വീഴ്ചയാണ്. നമ്മൾ എന്താണ് പറയേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല ജോസ് തോമസ്, ഈ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് 3 തവണ ചോർന്നു എന്നുള്ളത് തന്നെ ഈ വിചാരണ കോടതിയെ ഒരു ഘട്ടത്തിൽ അവിശ്വസിക്കുന്നതിനുള്ള കാരണമല്ലേ? കാരണം ഇത് ചോരുന്ന സമയത്ത് അത് ചോർന്ന റിപ്പോർട്ട് FSLൽ നിന്ന് കിട്ടി 2 വർഷക്കാലം ആ റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ പോയിന്റിൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം ഈ വിചാരണ കോടതി ഇല്ല എന്ന നിരീക്ഷണം ശരിയാവില്ലേ ജോസ് തോമസ്? അല്ല, എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്? അത് അവിടുന്ന് കോടതി ഉദ്യോഗസ്ഥരറിയാതെ വെളിയിൽ പോവില്ലല്ലോ. എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനോ അവർക്കെതിരെ കേസിന് പോകാനോ ഈ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അതിജീവിതയോ ആരും ശ്രമിക്കാതിരുന്നത്? റിപ്പോർട്ട് പുറത്തു വന്നു, അത് ഇനി ജുഡീഷ്യൽ സംവിധാനമാണ് അത് പരിശോധിക്കേണ്ടത്. പക്ഷെ ഒരു നടപടിയും ഈ നിമിഷം വരെയും അതിന്മേൽ എടുത്തിട്ടില്ല. ആ റിപ്പോർട്ടിന്മേൽ അത് പ്രോസിക്യൂഷനോ സംസ്ഥാന സർക്കാരിന്റെയോ കസ്റ്റഡിയിലല്ല, ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിൽ ഡോക്യുമെന്റ് ആണ്. അതിന് നടപടി എടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. അതെ, ജുഡീഷ്യറി എടുത്തിട്ടില്ല. അപ്പോ നമ്മൾ ആ കാര്യത്തിൽ ജുഡീഷ്യറിയെ വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ 7ാമത്തെ പ്രതി മുതൽ 10ാമത്തെ പ്രതി വരെ വെറുതെ വിട്ടതും ഇപ്പോഴുള്ള പ്രതികൾക്ക് ഈ കുറഞ്ഞ ശിക്ഷ കൊടുത്തതും അവിശ്വസിക്കേണ്ടി വരില്ലേ? അല്ല, കുറഞ്ഞ ശിക്ഷ കൊടുത്തത് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കോടതിയെ അവിശ്വസിക്കാൻ തരമില്ല. കോടതിയുടെ വിധിന്യായങ്ങളെ വിമർശിക്കാം, അഭിപ്രായം പറയാം. അതല്ലാതെ ആ ജഡ്ജിനെ അപമാനിക്കുക അല്ലെങ്കിൽ ജഡ്ജിനെ വിമർശിക്കാൻ പറ്റില്ല എന്നാണല്ലോ കോടതി നിയമം. അത് കോടതിയെ ലക്ഷ്യമാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ജഡ്ജിനെ വിമർശിക്കുന്നില്ല. വിധിയുടെ കാര്യത്തിൽ
ഞാൻ പറയുന്നത് ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് പറയുന്ന ഈ 6 പ്രതികൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്ന് തന്നെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ബാക്കിയുള്ള പ്രതികൾ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നവർ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ള തെളിവുകളെല്ലാം ദുർബലമായിരുന്നു, മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഈ പുറത്തു വന്ന ശബ്ദരേഖകളൊക്കെ ജോസ് തോമസ് എന്തായിരുന്നു? അല്ല, ഞാൻ ചില ശബ്ദരേഖകൾ കേട്ടു. ആദ്യം പൾസർ സുനി അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപിന്റെ മാനേജരെ വിളിക്കുന്ന ശബ്ദരേഖ ഞാൻ കേട്ടു. എനിക്കതിനകത്ത് ഒന്നും തോന്നുന്നില്ല. അപ്പുണ്ണി ദേഷ്യപ്പെടുകയാണ് അങ്ങോട്ട്. നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നീ എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നത്? എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ച് അങ്ങോട്ട് പറയുന്നു. അതിലെന്താണ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ? പിന്നെ ഞാൻ പറയുന്നത് ഈ ശബ്ദരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മേൽക്കോടതിയിലേക്ക് പോകാമല്ലോ, ഹൈക്കോടതിയിലേക്ക് പോകാമല്ലോ. ഇനി ഇവിടെ ജഡ്ജി പക്ഷാഭേദം കാണിച്ചു, ദിലീപിനോട് ഒരു കൺസിഡറേഷൻ കൊടുത്തു ദിലീപിന് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പീൽ കോടതി ഉണ്ടല്ലോ. ആ വിധിന്യായത്തിൽ എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നതിന്റെ കാരണം ബോധ്യമായിട്ടില്ല. കാരണം വിധിന്യായം ഞാനോ താങ്കളോ വായിച്ചിട്ടില്ല. ആശ്വാസം ലഭിച്ച ഒരു വിധിയാണോ ഇത്? അന്യായമായ വിധിയാണോ എന്നുള്ളതാണ് ചോദ്യം. ജോസ് തോമസ്, ഫിഫ്ക അംഗം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അഭിഭാഷകൻ, നിയമവിദഗ്ധൻ KM ആന്റണി, റിട്ടയർഡ് SP, ധന്യ രാജേന്ദ്രൻ, മാധ്യമപ്രവർത്തക ഭാഗ്യലക്ഷ്മി അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. യാത്രയിലാണ് ഭാഗ്യലക്ഷ്മി. ഞാൻ ഒരിക്കൽ കൂടി പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ പനിഷ്മെന്റിന്റെ തിയറികൾ പലതുണ്ടല്ലോ. അതിൽ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഡിറ്ററന്റ് തിയറി ആണെങ്കിലും, അഥവാ ഈ വിധി കൊണ്ട് സമൂഹത്തിലൊരു ഭയം ഉണ്ടാവുകയും ഈ കുറ്റകൃത്യം മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ളൊരു പ്രേരണയായി മാറുകയും ചെയ്യണം എന്നുള്ളതാണല്ലോ ഒന്ന്. 2, ഈ പ്രതിക്ക് തന്നെ ഒരു മാനസിക പരിവർത്തനം ഉണ്ടാവുന്ന രീതിയിൽ റീഹാബിലിറ്റേറ്റീവായി, റിഫോർമേറ്റീവായിട്ട് ഈ വിധി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നേരത്തെ ന്യൂസ് മിനിറ്റിന് ധന്യയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലും റിപ്പോർട്ടർ TVക്ക് നൽകിയ അഭിമുഖത്തിലും കഴിഞ്ഞ 7 വർഷത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു തരി പോലും മാറിയിട്ടില്ല ഈ പൾസർ സുനി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ വിധി സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിറ്ററന്റ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഈ വിധിയിൽ എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ വിധി ഏറ്റവും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് കൊടുക്കുമ്പോൾ അത് എന്തു സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം ഈ ഡിറ്ററന്റ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുക? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അതാണെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒന്ന് ഡിറ്ററൻസ് ആണ്. സമൂഹത്തിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വാസനയുള്ളവർ, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോരാമെന്ന് വിശ്വസിക്കുന്നവർ, പണത്തിൻ്റെ കൊഴുപ്പ് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, അതിൽ വളരെ പെട്ടെന്ന് നിയമവ്യവസ്ഥ വളരെ ദുർബലമാണെന്ന് വിചാരിക്കുന്നവർക്ക് ഒന്നും ഒരു താക്കീതായി മാറാൻ പ്രാപ്തമായിട്ടുള്ളൊരു വിധിയേ അല്ലിത്. ഒന്നാമത്തെ കാര്യം. 2, സമൂഹത്തിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം, അതിജീവിതയ്ക്കുണ്ടാക്കിയിരിക്കുന്ന മാനസികാഘാതം, അതിലുപരിയായിട്ട് ഞാനിത് കാണുന്നത് അത് അവരുടെ മാത്രം പ്രശ്നമായിട്ടല്ല എടുക്കേണ്ടത്. ഇന്നിപ്പോൾ ജഡ്ജി പറയുന്നത് കേട്ട് കഴിഞ്ഞാലും അതിജീവിതയ്ക്കുണ്ടായ മാനസിക പ്രശ്നം അത് സമൂഹത്തിനുണ്ടാക്കിയ ആഘാതം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. ആ ജഡ്ജ് ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് സ്ത്രീകൾക്ക് ഇത് വളരെ ഈ സ്ത്രീകൾ ഒരു കമോഡിറ്റി അല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. അതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. കോടതിയിലുണ്ടായിരിക്കുന്ന ഒരു പരസ്പരമുള്ള സംസാരമാണ്, ഓറൽ ഒബ്സർവേഷൻസ് ആണ്. ഇതിൽ ഇവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓരോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന തീർച്ചയായിട്ടും ബാധകമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പല ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കമൻറ്റ്, ഞാനത് പറഞ്ഞിരുന്നു, അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഒരു അക്യൂസിനെ കണ്ട ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുന്നൊന്നും ആരും പറയുന്നില്ല. ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് ജഡ്ജസായിട്ടിരിക്കുന്നവർക്ക് മെറിറ്റിലേക്ക് കടന്ന് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അവരുടെ മുന്നിലിരിക്കുന്നതിന് കാര്യകാരണ സഹിതം ന്യായങ്ങൾ എഴുതി വിധി എഴുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സമാകാൻ പാടില്ല. സമൂഹ മാധ്യമങ്ങളിൽ പലരും പലതും സംസാരിക്കും. അതൊന്നും എല്ലാവരുടെയും സംസാരം ഒന്നും തടയാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല. അതുകൂടാതെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ആരാണ് പറഞ്ഞതെന്നും സന്ദർഭം എന്താണെന്നും വായിക്കാം. ജഡ്ജസ് ഓഫ് ദ ഹയസ്റ്റ് കോർട്ട്, ഇത് സുപ്രീം കോടതി ജഡ്ജസിനെ പറ്റിയാണ്, ഹു ഹാവ് പവേഴ്സ് ടു ലൈഫ് ആൻഡ് ഡെത്ത് ഓവർ എ സിറ്റിസൺസ്, ജഡ്ജസ് ഹു ക്യാൻ ആൻഡ് ഡു send people to jail for contempt of its order must, I repeat, must show that they too are amenable to good practice. That is how they earn the respect of us commoners. We in India learn by example, not by precept. വലിയ പ്രഭാഷണമൊന്നും നടത്തി ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ചെയ്ത് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഫലി നരിമനാണ് പറഞ്ഞത്. ഫലി നരിമൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ജൂറിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പറയാനുണ്ടായ സാഹചര്യം, ജഡ്ജസ് അസറ്റ് ഡിക്ലെയർ ചെയ്യണോ എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയം വന്നപ്പോൾ അന്നത്തെ സുപ്രീം കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ
ഫലി നരിമനെ ഒരു അമിക്കസ് ക്യൂറി ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്നും പറഞ്ഞ് നിയോഗിച്ചുകൊണ്ട് ഒരു ഡൽഹി ഹൈക്കോടതിയുടെ ഓർഡർ വന്നു. സുപ്രീം കോടതി ആ കേസ് കണ്ടസ്റ്റ് ചെയ്തു. ഓർഡർ എതിരായി ജുഡീഷ്യൽ ഓർഡർ എതിരായിട്ട് വന്നു, ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ജഡ്ജസ് പബ്ലിക് സർവൻ്റ് ആണെന്ന് പറഞ്ഞു. പബ്ലിക് സർവൻസ് ആണ് അത് സുപ്രീം കോടതി ജഡ്ജസിനെ പറ്റി. അപ്പോൾ ഒരു ട്രയൽ കോടതി ജഡ്ജിക്ക് ഒരിക്കലും എന്നെപ്പറ്റി ആളുകൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഞാൻ കണ്ടംപ്റ്റ് എടുക്കുന്നൊന്നും വാൺ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ പല മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ പലരും കണ്ടംപ്റ്റ് കേസുകളെല്ലാം കൂടെ 18-ാം തീയതി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അത് കോടതിയുടെ പരിഗണന കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ഇപ്പോൾ കോടതി അതിന്ന് വിധിയുടെ കൂടെ തന്നെ പറയുകയും ചെയ്തു. തുടക്കത്തിൽ മാധ്യമപ്രവർത്തകര് വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അത് പ്രേക്ഷകർക്ക് വിട്ടു നൽകും. കോടതി നടപടികളെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ മാത്രം കണ്ടംപ്റ്റ് ഉപയോഗിക്കുക. കോടതിയുടെ സുഗമമായ നടത്തിപ്പിനെയോ അതിലെ നീതി നിർവഹണത്തെയോ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആർക്കും പ്രവർത്തിക്കാൻ അർഹതയില്ല. അതിനുപരി ജഡ്ജസ് അവരെ പറ്റിയുള്ള പേഴ്സണൽ കമൻസ് അതിനെപ്പറ്റി അത്ര ബോധപ്പെടേണ്ട കാര്യമില്ല. അത് ജഡ്ജ്മെൻറ്റ് വളരെ സുതാര്യവും വ്യക്തവുമാണെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് മാത്രമേ നമ്മൾ പരിശോധിക്കുകയുള്ളൂ. ജഡ്ജിയെപ്പറ്റി പേഴ്സണലായിട്ട് പോകേണ്ട കാര്യമേ ഉദിക്കുന്നില്ല. അത് വളരെ കൃത്യവുമാണ്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. മാധ്യമപ്രവർത്തകർക്ക് ഒരു ലെക്ചർ കൊടുക്കേണ്ട അവസരമൊന്നും അല്ലായിരുന്നു ഇന്ന്. അതാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇവിടെ മാത്രമായിട്ട് കുറച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് മിനിമം സെന്റൻസ് ആണ്. ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന്, അയാളുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പണമടങ്ങിയ വലിയ ഭാണ്ഡക്കെട്ടുകൾ പിടിച്ചെടുത്ത നാടാണ്. അതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പ്രസ്താവനകൾ കണ്ടതാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ മെജോറിറ്റേറിയൻ മനുഷ്യർ പറയുന്നത് കേട്ടടങ്ങി ഒതുങ്ങിയിരുന്ന് ഭരിക്കണമെന്ന് ജഡ്ജി വിധി കൽപ്പിച്ച ജഡ്ജി വിശ്വസിക്കുന്നൊരു നാടാണ്. ഈ ജഡ്ജിമാരെ ഒന്നും വിമർശിക്കേണ്ട എന്നാണ് എന്നുണ്ടെങ്കിൽ ഈ നാട് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ട്. നമുക്കിപ്പം ധന്യ സൂമിലുണ്ട്. ധന്യ, എനിക്കറിയേണ്ടത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ 8ാമത്തെ പ്രതിയടക്കം 4 പേർ കുറ്റവിമുക്തനാക്കപ്പെട്ടത്, ബാക്കി അവശേഷിച്ച 6 പ്രതികൾക്ക് ഏറ്റവും ലഘുവായ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞു കേട്ടതും ചില മാധ്യമപ്രവർത്തകർ പങ്കുവച്ചതുമായ കാര്യങ്ങളിൽ ചിലത് ഈ കൊട്ടേഷൻ ഈ പൾസർ സുനിക്ക് കൊടുക്കുന്ന സമയത്ത് കുറ്റാരോപിതനായിരുന്ന നേരത്തെ 8ാമത്തെ പ്രതിയായിരുന്നയാൾ വാഗ്ദാനം ചെയ്തിരുന്നത് 1.5 കോടി രൂപയായിരുന്നുവെന്നും അതിൽ 70 ലക്ഷം രൂപ ഇനി കിട്ടാനുണ്ടെന്നുമാണ് ഈ പൾസർ സുനി പറഞ്ഞിരുന്നത്. ഇനി പിടിക്കപ്പെട്ടാൽ 3 കോടി, പിടിക്കപ്പെട്ടില്ലെങ്കിൽ 1.5 കോടി എന്നതായിരുന്നു ഇവരുടെ എഗ്രിമെൻ്റ് ആയിട്ട് പറയപ്പെടുന്നത്. ഇത് പൾസർ സുനിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതുമാണ്. പൾസർ സുനി ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ പോലും പറയുന്നുണ്ട് ഇനിയും 2 കൊട്ടേഷനുകളുണ്ട്. ഇയാൾ ഒരു ഹബിച്വൽ ഒഫൻഡറാണ് എന്നതാണ്, പക്ഷേ പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ഈ രീതിയിൽ ഇതാദ്യമായി പിടിക്കപ്പെടുന്നു. അയാളാണ് 12 വർഷം കൊണ്ട് പുറത്തു വരാൻ പോകുന്നത്. ഹൈക്കോടതി കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ ധന്യ പറഞ്ഞതുപോലെ വിധി കുറച്ചുകൂടി എളുപ്പമായി തീരുകയും ചെയ്യും. ഇതെല്ലാത്തിനെയും ഒരു ഗൂഢാലോചനയുടെ കണ്ണിലൂടെ നോക്കിക്കാണേണ്ടതുണ്ടോ? അതല്ല ഇന്നിപ്പോൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് പോലെ ഇതൊരു കോൺസ്പിരസി തിയറി മാത്രമാണോ? ധന്യ രാജേന്ദ്രൻ, ഇപ്പം നമുക്ക് ഈ ജഡ്ജ്മെന്റ് വായിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ജഡ്ജ് ഇതൊരു കോൺസ്പിരസി ആയിട്ടാണോ കണ്ടുപിടിച്ചത്, ഇത് കോൺസ്പിരസി അല്ല, ഒരു സ്പെർ ഓഫ് ദ മൊമെന്റിൽ ഒരു ക്രിമിനലും അയാളുടെ ഫ്രണ്ട്സും കൂടെ ചെയ്തൊരു കാര്യമായിട്ടാണോ എന്ന്. അപ്പൊ അതിൽ ആ ജഡ്ജ്മെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടൊരു ആദ്യത്തെ ശ്രമം ഗോവയിൽ നടത്തി, ഒരു സ്പെർ ഓഫ് ദ മൊമെന്റ് ക്രൈം ആണെങ്കിൽ എന്തുകൊണ്ട് ഇവരെ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം ചെയ്യാൻ നോക്കി, ഇതിനെല്ലാം തന്നെ ഒരു മറുപടി ആ ജഡ്ജ്മെന്റ് വരേണ്ടതാണ്. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ ജഡ്ജ്മെന്റിൽ എന്ത് പറഞ്ഞു, 1700 പേജിൽ ജഡ്ജ്മെന്റിൽ എന്ത് പറഞ്ഞാലും തന്നെ നമ്മൾ ഈ ഒരു ജഡ്ജ്മെന്റിനെ കാണേണ്ടത് ഈ ട്രയലിൽ ഉടനീളം സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടല്ല. ഈ ട്രയലിൽ എന്തൊക്കെ സംഭവിച്ചു, ഹോസ്റ്റൈൽ വിറ്റ്നസ്സുകൾ, നമ്മളിത് കുറേ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഈ ജഡ്ജ്മെന്റ് കോപ്പി വരുമ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോന്റെ കേസിൽ ജഡ്ജ്മെന്റ് വന്നപ്പോൾ എല്ലാവരും ജഡ്ജ്മെന്റ് കോപ്പി ഒന്നും വായിക്കുന്നില്ലല്ലോ. അത് വായിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ ജഡ്ജ്മെന്റ് എത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടതാണ്. അതായത് ഐ കനോട്ട് സെപ്പറേറ്റ് ദ ഗ്രെയിൻ ഫ്രം ദ ഷാഫ് എന്നാണ് അന്ന് ആ ജഡ്ജ് പറഞ്ഞത്. അതായത് എന്തൊക്കെയോ സംഭവിച്ചു, പക്ഷെ അതൊരു കൺസെന്റ് ഇല്ലാത്ത റേപ്പ് ആണോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ആ ജഡ്ജ്മെന്റിൽ വന്ന് പറഞ്ഞത്. അത് എത്ര പേര് ക്രിട്ടിസൈസ് ചെയ്തു, പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം എനിക്ക് ശരിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ ജഡ്ജ്മെന്റ് വന്ന ശേഷം ഇതിന്റെ അപ്പീൽ പോകുമെന്നോ അല്ലെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും ശിക്ഷ കിട്ടുമെന്നോ ഒക്കെ. ആകെ പറയാനുള്ളത് ഇതൊരു ഹീനസ് ക്രൈം അല്ല, ഒരു ബ്രൂട്ടൽ റേപ്പ് അല്ല എന്നാണ് പൾസർ സുനിയുടെ വക്കീൽ ഈ കോടതിയിൽ ഇന്ന് ആർഗ്യുമെന്റ്സിനിടയിൽ പറഞ്ഞത്. ഇനി ജഡ്ജും അങ്ങനെ തന്നെയാണോ വിചാരിച്ചത്? അത് മാത്രമല്ല പൾസർ സുനിയുടെ വയസ്സ്, അയാളുടെ സർക്കംസ്റ്റാൻസ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണോ ഈ ഒരു പണിഷ്മെന്റ് അയാൾ കൊടുത്തത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേ പണിഷ്മെന്റ് കൊടുത്തു? ഇതെല്ലാം തന്നെ ജഡ്ജ്മെന്റ് വായിച്ചാലേ ഇനി മനസ്സിലാവുള്ളൂ.
റൈറ്റ്, ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. റിവ്യൂ എന്നുള്ളതാണ് ചോദ്യം. അതിഥികൾ തുടരുന്നുണ്ട്. ഞാൻ കെ എം ആന്റണിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. കെ എം ആന്റണി, ഇനി അപ്പീൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിജീവിതയും ഒരുപക്ഷെ അപ്പീൽ പോകുമായിരിക്കും. വിധിന്യായം കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വിധിയെ അനുകൂലിക്കാൻ പ്രതികളല്ലാതെ, കുറ്റവിമുക്തരാക്കപ്പെട്ടവർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നതും സത്യമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയായിട്ട് താങ്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ കെ എം ആന്റണി? കാരണം കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അത് പ്രോസിക്യൂഷൻ്റെ വീഴ്ച എന്ന മട്ടിലാണോ അത് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴികൾക്ക് ശേഷം, പുറത്തു വന്ന ശബ്ദരേഖകൾക്ക് ശേഷം ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ഉണ്ടാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പോലും ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇന്നത്തെ ദിവസം കോടതി 18-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സ്ഥിതിവിശേഷം കൂടെ ഉണ്ടായി. കെ എം ആന്റണി, ഇതൊക്കെ കാണുമ്പോൾ അത്യസാധാരണമായ കാര്യങ്ങളാണോ 8.25 വർഷം ഈ വിചാരണ കോടതിയിൽ നടന്നത് എന്ന് വേണമോ അനുമാനിക്കാൻ? കെ എം ആന്റണി. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചോ എന്നുള്ളത് വിധിന്യായം പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ വിധിന്യായത്തിൻ്റെ ഹാർഡ് കോപ്പി അഭിഭാഷകർക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞത് തന്നെ കോടതി ഉത്തരവിൻ്റെ ഒരു ആശ്വാസമാണ്. കാരണം ഇക്കാലം അത്രയും ഈ പീഡനത്തിന് ഇരയായ അതിജീവിത അവർ അനുഭവിച്ച ആ മനോവ്യത വീണ്ടും തുടർന്നും പൊതുസമൂഹത്തിലേക്ക് വരാതിരിക്കാൻ അതൊരു കാരണമാകുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണിഷ്മെൻറ്റിനെ സംബന്ധിച്ച് പണിഷ്മെൻറ്റും ഡിറ്ററൻറ്റും അതുപോലെ തന്നെ റിഫോർമേറ്റീവ് 2 തിയറിയുണ്ട്. അതിനകത്ത് ആ തിയറി ഉണ്ട്. ഡിറ്ററൻ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളിക്കും അതുപോലെ തന്നെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കും തക്കതായ ഭയമുണ്ടാക്കുക എന്നുള്ളതാണ്, എന്നിട്ട് കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേസമയം റിഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ നവീകരണം നടത്തി തിരിച്ച് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുൻ ശിക്ഷക്കാരനായാലും പിന്നെ മുൻ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഈ പറഞ്ഞ പൾസർ സുനി പോലെയുള്ള ഒരാളെ എങ്ങനെ ഈ പറഞ്ഞ ശിക്ഷാ കാലാവധിക്ക് ശേഷം നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് അത് നമ്മൾ അത്രയ്ക്ക് വിശ്വാസമില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം റിഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ധന്യയുടെ എഡിറ്റർമാർ ഈ പൾസർ സുനി ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഞങ്ങളുടെ റിപ്പോർട്ട് റോഷിപാലും ഈ പൾസർ സുനി ഇന്റർവ്യൂ ചെയ്തിരുന്നു. ധന്യയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇയാൾ ഏതെങ്കിലും തരത്തിൽ റിഫോർമേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിമുഖത്തിൽ തന്നെ അയാൾ എത്രമാത്രം ക്രൂരനാണെന്നും എത്രമാത്രം ക്രൂഗ്ഡ് ആണെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ കോടതിയിൽ വിശദമായിട്ട് ഇയാളുടെ ആൻറ്റിസിഡൻസിനെ കുറിച്ച്, പൂർവ്വകൃത്യങ്ങളെക്കുറിച്ച് വലിയ ചർച്ച തന്നെ നടന്നു. അയാളെ അക്യൂട്ട് ചെയ്തിരുന്നു നേരത്തെ ഒരു കേസിൽ, മറ്റു കാര്യങ്ങളാണ്, പിന്നെ ഒരു പെട്ടി കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗോവയിൽ നടത്തിയ കുറ്റകൃത്യത്തെ സംബന്ധിച്ചോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കോടതി ഇന്നത്തെ ദിവസം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് അത്ഭുതകരമായി തോന്നുന്നത്. ഇപ്പോൾ ആ കാര്യം അത് രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് കൊണ്ടാവാം. എന്താണ് ധന്യയ്ക്ക് തോന്നുന്നത്? ഇപ്പോൾ ഒരാൾ റീഫോം ചെയ്യുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. പക്ഷെ നമ്മളിത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഞങ്ങൾ സുനിയെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയത് സുനി കോടതിയിൽ ഡെപ്പോസിഷൻ തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ നമ്മളോട് സുനി പറഞ്ഞത് ഞാൻ യോഗ പഠിച്ചു ജയിലിൽ. യോഗ പഠിച്ച് ഞാൻ വളരെ സമാധാനപൂർവ്വമായ ഒരാളായി, എനിക്കതുകൊണ്ട് സത്യം പറയണം കോടതിയിൽ പോയി എന്നാണ് സുനി ആദ്യം നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് മീറ്റിങ്ങിൽ. പിന്നീട് സുനി കോടതിയിൽ പോകുന്നു, ഡെപ്പോസിഷൻ കൊടുക്കുന്നു. ഈ ഡെപ്പോസിഷൻ സുനി ഓൾമോസ്റ്റ് 70% കാര്യങ്ങൾ ശരിയല്ല എന്നാണ് പറയുന്നത്. സുനി കാറിൽ കയറിയിട്ടില്ല, സുനി അല്ല ഈ സെക്ഷൽ അസോൾട്ട് ചെയ്തത്, കോൺസ്പിറസി ഉണ്ട് എന്ന് എനിക്ക് അറിയാമെന്ന് മാത്രമാണ്, ദിലീപിനെ അറിയാമെന്ന് മാത്രമാണ് സുനി കോടതിയിൽ പറഞ്ഞത്. സുനി കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സുനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സുനി അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു വലിയ മഹാസംഭവം എന്നല്ല, ഇത് റോട്ടിൽ പോകുന്ന ഒരു കോഴിയെ പിടിക്കുന്ന അത്രേ ഉള്ളൂ. അതാണ് കൃത്യമായിട്ട് അയാൾ ഉപയോഗിച്ച വാക്കുകൾ. ഇനിയും കൊട്ടേഷനുകളൊക്കെ ഉണ്ട്, ഞാൻ പുറത്ത് വരട്ടെ. പിന്നെ നമ്മളിത് പറഞ്ഞു ഈ ഇന്റർവ്യൂ ഒക്കെ വന്നു വെച്ചാൽ ഞാനൊരു അൺറിലയബിൾ ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് കൂടുതൽ ഈ ക്രൈം സർക്കിൾസിൽ വലുതാവും. എന്തൊക്കെയോ ഒരു വളരെ വാപ്ഡ് ആയിട്ടുള്ള ലോജിക്കാണ് സുനിക്കുള്ളത്. പക്ഷെ റീഫോർമേഷന് സാധ്യതയുണ്ടോ എനിക്ക് അത് പറയാൻ പറ്റില്ല. ഇതുവരെയ്ക്കും സുനിക്ക് എന്തായാലും ഈ ക്രൈമിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു റിമോഴ്സോ അല്ലെങ്കിൽ കുറ്റബോധമോ അങ്ങനെയൊന്നും നമ്മൾക്ക് ഇന്റർവ്യൂവിൽ കാണാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് കൊടുത്തത്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ കാര്യമായത്, എന്തുകൊണ്ടാണ് മീഡിയ ഇത്രയും റിപ്പോർട്ട് ചെയ്തത്, പ്രശ്നമാക്കിയത്, അതൊക്കെയായിരുന്നു സുനിയുടെ ചോദ്യങ്ങൾ. അത്രേ ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഈ കോടതിയിൽ എല്ലാവരും ഉണ്ടായത് റിപ്പോർട്ടേഴ്സൊക്കെ പറഞ്ഞത് ആദ്യം കരഞ്ഞുകൊണ്ടിരുന്ന സുനി ഈ വിധി വന്ന ശേഷം കുറച്ച് അയാൾക്ക് സമാധാനമായി എന്ന് തന്നെയാണ്. റൈറ്റ്. താങ്ക് യു ധന്യ, താങ്ക് യു ജോസ് തോമസ്, താങ്ക് യു അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്ക് യു ആന്റണി.
Debate with Dr. Arun Kumar.